എല്ലാവർക്കും PSC നോളജ് 2.0 സ്വാഗതം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒളിമ്പിക് മെഡൽ ജേതാവ് KD ജാദവിന്റെ ജന്മദിനം സംസ്ഥാന കായിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. ഒളിമ്പിക് മെഡൽ ജേതാവ് KD ജാദവിന്റെ ജന്മദിനം സംസ്ഥാന കായിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ഹരിയാന, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി ബീഹാർ. ആൻസർ ഓപ്ഷൻ സി മഹാരാഷ്ട്ര. അപ്പം മഹാരാഷ്ട്രയുടെ കായിക ദിനമായി ആചരിക്കുന്നത് KD ജാദവിന്റെ ജന്മദിനമാണ്. ഒളിമ്പിക് മെഡൽ ജേതാവ് KD ജാദവിന്റെ ജന്മദിനമാണ് മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ കായിക ദിനമായി ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പ്രഥമ സൗരദൌത്യമായ ആദിത്യ L1 ലക്ഷ്യസ്ഥാനമായ ഹെയ്ലോ ഭ്രമണപഥത്തിൽ എത്തിയ ദിവസം എന്നാണ്? ഇന്ത്യയുടെ പ്രഥമ സൗരദൌത്യമായ ആദിത്യ L1 ലക്ഷ്യസ്ഥാനമായ ഹെയ്ലോ ഭ്രമണപഥത്തിൽ എത്തിയ ദിവസം എന്നാണ്? ഓപ്ഷൻ എ 2024 ജനുവരി 1, ഓപ്ഷൻ ബി 2024 ജനുവരി 6, ഓപ്ഷൻ സി 2024 ജനുവരി 8, ഓപ്ഷൻ ഡി 2024 ജനുവരി 16. ആൻസർ ഓപ്ഷൻ ബി ആണ്, 2024 ജനുവരി 6. അപ്പം ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് 2024 ജനുവരി 6. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി. ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി യമുന, ഓപ്ഷൻ സി ബ്രഹ്മപുത്ര, ഓപ്ഷൻ ഡി സിന്ധു. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഗംഗ. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്ന് വെച്ചാൽ ഗംഗയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജീവകം CA സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ജീവകം CA സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 1. ജീവകം സിയുടെ അഭാവം മൂലം സ്കർവി ഉണ്ടാകുന്നു. 2. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകം. 3. ജലദോഷത്തിന് ഉത്തമ ഔഷധം. 4. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം. ഓപ്ഷൻ എ 1, 2, 4, ഓപ്ഷൻ ബി 1, 3, 4, ഓപ്ഷൻ സി 3, 4, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ഡി. ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് ജീവകം സിയുടെ അഭാവത്തിൽ ഉണ്ടാകുന്നതാണ് സ്കർവി. അപ്പം ജീവകം സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് സ്കർവി. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം സി. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകം ഏതെന്ന് വെച്ചാൽ ജീവകം സി ആണ്. ജലദോഷത്തിന് ഉത്തമ ഔഷധമാണ് ജീവകം സി. ജലദോഷത്തിന് ഉത്തമ ഔഷധമാണ് ജീവകം സി. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം ഏതെന്ന് വെച്ചാലും ജീവകം സി ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം ഏതെന്ന് വെച്ചാലും ജീവകം സി ആണ്. അതായത് ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. എ ജീവകം കെ അസ്കോർബിക് ആസിഡ് എന്ന് തന്നിട്ടുണ്ട്. ജീവകം ഇ കാൽസിഫെറോൾ എന്ന് തന്നിട്ടുണ്ട്. ജീവകം ഡി ടോക്കോഫെറോൾ എന്ന് തന്നിട്ടുണ്ട്. ജീവകം സി ഫില്ലോക്കിനോൺ എന്ന് തന്നിട്ടുണ്ട്. ഇത് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ജീവകം കെ ആണ് ഫില്ലോക്കിനോൺ. അപ്പൊ ജീവകം കെ അറിയപ്പെടുന്നത് ഫില്ലോക്കിനോൺ എന്നാണ്. ജീവകം ഇ അറിയപ്പെടുന്നത് ടോക്കോഫെറോൾ എന്നാണ്. ജീവകം ഇ ടോക്കോഫെറോൾ ആണ്. ജീവകം ഡി അറിയപ്പെടുന്നത് കാൽസിഫെറോൾ എന്നാണ്. ജീവകം ഡി കാൽസിഫെറോൾ ആണ്. ജീവകം സി അറിയപ്പെടുന്നത് അസ്കോർബിക് ആസിഡ് എന്നാണ്. ജീവകം സി അറിയപ്പെടുന്നത് അസ്കോർബിക് ആസിഡ് എന്നാണ്. അതായത് ജീവകം കെ ആണെങ്കിൽ ഫില്ലോക്കിനോൺ, ജീവകം ഇ ആണെങ്കിൽ ടോക്കോഫെറോൾ, ജീവകം ഇ ആണെങ്കിൽ ടോക്കോഫെറോൾ, ജീവകം ഡി ആണെങ്കിൽ കാൽസിഫെറോൾ, ജീവകം ഡി ആണെങ്കിൽ കാൽസിഫെറോൾ, ജീവകം സി ആണെങ്കിൽ അസ്കോർബിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ലിയോനിഡ് ഷവർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിയോനിഡ് ഷവർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കേശികത്വം, ഓപ്ഷൻ ബി ഊർധ്വമേഘങ്ങൾ, ഓപ്ഷൻ സി ഉൽക്കാപതനം, ഓപ്ഷൻ ഡി സൂര്യഗ്രഹണം. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ഉൽക്കാപതനം. അപ്പൊ ലിയോനിഡ് ഷവർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഉൽക്കാപതനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ലോക്സഭാ സ്പീക്കർ, ഓപ്ഷൻ ബി പ്രോട്ടേം സ്പീക്കർ, ഓപ്ഷൻ സി പ്രധാനമന്ത്രി, ഓപ്ഷൻ ഡി പ്രസിഡന്റ്. ആരാണ് ആൻസർ? ഓപ്ഷൻ ഡി പ്രസിഡന്റ്. അപ്പൊ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് പ്രസിഡന്റ് ആണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് പ്രസിഡന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ എ നെയ്യാർ,
ഓപ്ഷൻ ബി പാമ്പാർ, ഓപ്ഷൻ സി ചാലിയാർ, ഓപ്ഷൻ ഡി പെരിയാർ. ആൻസർ ഓപ്ഷൻ ബി പാമ്പാർ. അപ്പോൾ കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ഈ തന്നിരിക്കുന്നതിൽ പാമ്പാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി. ഇന്ത്യയിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി. ഓപ്ഷൻ എ ജസ്റ്റിസ് ഫാത്തിമ ബീവി, ഓപ്ഷൻ ബി പട്ടം താണുപിള്ള, ഓപ്ഷൻ സി ഡോക്ടർ PC അലക്സാണ്ടർ, ഓപ്ഷൻ ഡി VP മേനോൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ് VP മേനോൻ. അപ്പം VP മേനോനാണ് ഇന്ത്യയിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി. ഇന്ത്യയിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി VP മേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ, തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനായി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹം ഏതാണ്? തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനയ്ക്കായി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ ചമ്പാരൻ സത്യാഗ്രഹം, ഓപ്ഷൻ ബി അഹമ്മദാബാദ് സത്യാഗ്രഹം, ഓപ്ഷൻ സി ബർദോളി സത്യാഗ്രഹം, ഓപ്ഷൻ ഡി ഖേദ സത്യാഗ്രഹം. ആൻസർ ഓപ്ഷൻ ബി ആണ് അഹമ്മദാബാദ് സത്യാഗ്രഹം. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനയ്ക്കായി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് സത്യാഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ, ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ എ P ഭാസ്കരൻ, ഓപ്ഷൻ ബി തകഴി ശിവശങ്കരപിള്ള, ഓപ്ഷൻ സി KV മോഹൻകുമാർ, ഓപ്ഷൻ ഡി P കേശവദേവ്. ആരാണ്? ഓപ്ഷൻ സി ആണ് KV മോഹൻകുമാർ. അപ്പം ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം എന്ന കൃതിയുടെ രചയിതാവ് KV മോഹൻകുമാർ ആണ്. 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ PK വീരമണിദാസൻ, ഓപ്ഷൻ ബി ശ്രീകുമാരൻ തമ്പി, ഓപ്ഷൻ സി KJ യേശുദാസ്, ഓപ്ഷൻ ഡി ആലപ്പി രംഗനാഥ്. ആൻസർ ഓപ്ഷൻ ബി ശ്രീകുമാരൻ തമ്പി. അപ്പൊ 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശത്ത് ഫ്യുവൽ സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച രണ്ടാമത്തെ ബഹിരാകാശ സംഘടന. ബഹിരാകാശത്ത് ഫ്യുവൽ സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച രണ്ടാമത്തെ ബഹിരാകാശ സംഘടന. ഓപ്ഷൻ എ നാസ, ഓപ്ഷൻ ബി ISRO, ഓപ്ഷൻ സി JAXA, ഓപ്ഷൻ ഡി ESA. ആൻസർ ഓപ്ഷൻ ബി ISRO ആണ്. അപ്പൊ ബഹിരാകാശത്ത് ഫ്യുവൽ സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച രണ്ടാമത്തെ ബഹിരാകാശ സംഘടനയാണ് ISRO. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഓപ്ഷൻ എ 1956, ഓപ്ഷൻ ബി 1986, ഓപ്ഷൻ സി 1900, ഓപ്ഷൻ ഡി 1997. ആൻസർ ഓപ്ഷൻ ബി 1986. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് 1986. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളം അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷുകാരൻ ആരാണ്? മലയാളം അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷുകാരൻ ആരാണ്? ഓപ്ഷൻ എ റോബർട്ട് ബ്രിസ്റ്റോ, ഓപ്ഷൻ ബി വില്യം ലോഗൻ, ഓപ്ഷൻ സി ബെഞ്ചമിൻ ബെയ്ലി, ഓപ്ഷൻ ഡി ആൽബർട്ട് ഹെൻറി. ആൻസർ ഓപ്ഷൻ സി ബെഞ്ചമിൻ ബെയ്ലി. മലയാളം അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശാസ്ത്രീയ തെങ്ങ് കൃഷി കേരളത്തിൽ പ്രചരിപ്പിച്ച വൈദേശിക ശക്തി ഏതാണ്? ശാസ്ത്രീയ തെങ്ങ് കൃഷി കേരളത്തിൽ പ്രചരിപ്പിച്ച വൈദേശിക ശക്തി ഏതാണ്? ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ, ഓപ്ഷൻ ബി ബ്രിട്ടീഷുകാർ, ഓപ്ഷൻ സി ഫ്രഞ്ചുകാർ, ഓപ്ഷൻ ഡി ഡച്ചുകാർ. ആൻസർ ഓപ്ഷൻ ഡി ഡച്ചുകാർ. അപ്പൊ ശാസ്ത്രീയ തെങ്ങ് കൃഷി കേരളത്തിൽ പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ എ സപ്രൂ കമ്മിറ്റി, ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ കമ്മിറ്റി, ഓപ്ഷൻ സി KT ഷാ കമ്മിറ്റി, ഓപ്ഷൻ ഡി MC ചഗ്ല കമ്മിറ്റി. ആൻസർ ഓപ്ഷൻ എ സപ്രൂ കമ്മിറ്റി. അപ്പൊ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി സപ്രൂ കമ്മിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാൻഡമാസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മാൻഡമാസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ ശരീരം ഹാജരാക്കുക, ഓപ്ഷൻ ബി നാം കൽപ്പിക്കുന്നു, ഓപ്ഷൻ സി ശരീരം ഏറ്റെടുക്കാം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി നാം കൽപ്പിക്കുന്നു. മാൻഡമാസ് എന്ന വാക്കിന്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു എന്നാണ്. തുടർന്നും ഇതുപോലുള്ള ക്ലാസ്സുകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യൂ, പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുകയും വേണം. നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കുകയും ചെയ്യുക. താങ്ക്